ഓക്കെ, നിങ്ങളൊരു IT എംപ്ലോയി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് സൂൺ ആയിട്ട് IT ഇൻഡസ്ട്രിയിൽ കയറാൻ താല്പര്യപ്പെടുന്ന ഒരാളാണോ? എന്നാൽ അടുത്ത 10 വർഷത്തിൽ IT ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന മാസീവ് ചേഞ്ചസിനെ പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ആന്ത്രോപിക് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആണിത്. ആൻഡ് ദിസ് ഇസ് അബൌട്ട് ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് ദ കറന്റ് ജോബ്സ് വിൽ ബി ഓട്ടോമേറ്റഡ് ബൈ AI. അവർ മില്യൺസ് ഓഫ് ജോബ് പോസ്റ്റിംഗ് അക്രോസ് മെനി ഓക്യുപ്പേഷൻസ് നോക്കിയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് റിപ്പോർട്ടാണിത്. ആൻഡ് ഇതിൽ നമ്പർ 1 നിൽക്കുന്നത് നിങ്ങൾക്ക് ആരാന്ന് കാണാം, IT ഇൻഡസ്ട്രിയിലെ ജോബ്സ് തന്നെയാണ്. ഏതാണ്ട് 75% AI കാരണം ഓട്ടോമേറ്റ് ആയിപ്പെടും എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഇത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ IT ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന വലിയ കാര്യമായിട്ട് പറയുന്നത്. ബട്ട് വെയിറ്റ്, നിങ്ങൾ സീനിയർ ഡെവലപ്പർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ഡെവലപ്സ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടോ? അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ അടുത്ത് ചോദിക്കും, വാട്ട് AI is currently capable of and what it is advertised to be capable of എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിവിടെ അനാവശ്യമായ ഭീതിയാണ് പറ്റാൻ ശ്രമിക്കുന്നത്. തിങ്സ് ആർ നോട്ട് ആസ് സീരിയസ് ആസ് ഐ ടോക്ക് അബൌട്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഐ ഡോണ്ട് ഡിസഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി, ബട്ട് ഓൾസോ ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു സീനിയർ ഡെവലപ്പർ ആണെങ്കിൽ ഈ ഇടയായിട്ട് നിങ്ങളുടെ കോഡ് മോസ്റ്റ്ലി എഴുതുന്നത് ഒരു ജൂനിയർ ഡെവ് ആണോ AI ആണോ? എസ്പെഷ്യലി ഇഫ് യു ഹാവ് പ്രിറ്റി ന്യൂബ് ജൂനിയർ ഡെവ്സ്, അല്ലെ, അധികം ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ജൂനിയർ ഡെവ് ആണെങ്കിൽ നിങ്ങളുടെ കോഡ് ഭൂരിഭാഗം എഴുതുന്നത് ആരാണ്? ആൻഡ് യുവർ ആൻസർ വുഡ് ബി മോസ്റ്റ് പ്രോബബ്ലി AI. ആൻഡ് ഇറ്റ് ഡസന്റ് മാറ്റർ, റൈറ്റ്? നിങ്ങളൊരു സീനിയർ ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് അവിടെ നിങ്ങളുടെ കോഡിംഗ് സ്കിൽസ് അല്ല, നിങ്ങൾക്ക് എത്രത്തോളം സിസ്റ്റമിനെ പറ്റി അറിയാം, നിങ്ങൾക്ക് എത്രത്തോളം ആർക്കിടെക്ചറിനെ പറ്റി അറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ എംപ്ലോയർ നോക്കുന്നത്. ആൻഡ് എംപ്ലോയർ വെൻ ദേ ഗിവ് യു ടാസ്ക് ദേ വാണ്ട് യു ടു കംപ്ലീറ്റ് ഇൻ ദ ഗിവൺ ഡെഡ് ലൈൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഓൺലി മേക്സ് സെൻസ് ഫോർ യു ടു യൂസ് AI. അല്ലെ, നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഡിലേസ് ഒഴിവാക്കാം. ആൻഡ് ദീസ് ഡേയ്സ് സിൻസ് AI is already in the field, most developers and product managers ഒക്കെ അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തൂടെ, നിങ്ങൾക്ക് AI ടൂൾസ് കയ്യിലില്ലെന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സീനിയർ ഡെവൽസ് ദേ ആബ്സല്യൂട്ട് റൈറ്റ്. അവർക്ക് ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ വാണ്ട് ടു ഗെറ്റ് ദെയർ ജോബ് ഡൺ. ആൻഡ് ഇത് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്ന പ്രശ്നം. ദിസ് ഇസ് വാട്ട് ഐ ട്രൈ ടു ഹൈലൈറ്റ് ഹിയർ. സോ നൗ ലെറ്റ്സ് കം ടു ജൂനിയർ ഡെവലപ്പേഴ്സ്. എന്തിനാണ് ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത്? ദി ആൻസർ ഇസ് പ്രിറ്റി സിമ്പിൾ, ടു കോഡ്. അല്ലെ, നിങ്ങളൊരു കോളേജ് പ്ലേസ്മെന്റ്സ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിൽ മോസ്റ്റ്ലി അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ കോഡിംഗ് സ്കിൽസിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്ന സ്കിൽസ് ആണ് നോക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ബിടെക് ഡിഗ്രിയിൽ മോസ്റ്റ് പ്രോബ്ലി പഠിക്കുന്നില്ല. വാട്ട് യു ലേൺ ടു ഡു വെൽ ഇസ് ടു കോഡ്. അതുകൊണ്ട് തന്നെയാണ് അവർ കോഡിംഗ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ഹയർ ചെയ്യുന്നതും കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആൻഡ് വെൻ യു സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് ജോബ് ലൈക്ക് ദാറ്റ്, നിങ്ങളൊരു ഫ്യൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നിങ്ങൾ കോഡിങ്ങിന്റെ മുകളിൽ തന്നെ കമ്പനിയുടെ മറ്റ് ആർക്കിടെക്ചറും കാര്യങ്ങളോടൊക്കെ എക്സ്പോഷർ വരുമ്പോൾ നിങ്ങൾ അതിന് ഉപരിയുള്ള കാര്യങ്ങൾ പതിയെ പഠിച്ച് നിങ്ങൾ നിങ്ങളെ അപ്സ്കിൽ ചെയ്യും. ആൻഡ് അത് തന്നെയാണ് നിങ്ങളുടെ സീനിയർ ഡെവലപ്പേഴ്സും മിഡ് ലെവൽ റോൾസിലേക്കുള്ളൊക്കെ നിങ്ങളുടെ പാത്ത് ക്ലിയർ ചെയ്ത് തരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്? ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50 ജൂനിയർ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്ത് അവർക്ക് ഒരു കോഡിംഗ് ടാസ്ക് കൊടുക്കുമ്പോൾ ദേ ജസ്റ്റ് ആസ്ക് AI ടു ഡു ഇറ്റ്. ആൻഡ് AI വന്ന് ഇവരെ കോഡിംഗ് ടാസ്ക് ചെയ്യുന്നു, അവർ ആ ടാസ്ക് അതേമാതിരി സബ്മിറ്റ് ചെയ്യുന്നു ഇൻ ഓൾമോസ്റ്റ് നോ ടൈം. സോ കമ്പനീസ് ആർ ആസ്കിങ് ഒരു 50 ജൂനിയർ ഡെവൽസ് വെച്ചിട്ട് ഒരു കോഡിംഗ് ടാസ്ക് ചെയ്യുന്നതിന് പകരം 5 ജൂനിയർ ഡെവൽസ് വെച്ചിട്ട് ഈ കോഡിംഗ് ടാസ്ക് ചെയ്താൽ പോരെന്ന്. എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് എന്തിനാണ് അവിടെ ഇത്രയും മിഡിൽ മാൻ? ആൻഡ് ദിസ് ഇസ് ദ പ്രോബ്ലം ദാറ്റ് ഐ ആം ട്രൈങ് ടു പോയിന്റ് ഔട്ട്. ഓക്കെ, സോ നിങ്ങൾ ജൂനിയർ ഡെവലപ്പർ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ആന്ത്രോപ്പിനെ അല്ലെങ്കിൽ AI ടൂൾസിനെയൊക്കെ കുറ്റം പറയുന്നുണ്ടാവും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ പിക്ചർ ഹിയർ. കോഡിംഗ് ഇസ് എ സോൾവ്ഡ് പ്രോബ്ലം ഓൾമോസ്റ്റ്. അല്ലെ, കോഡിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഒരു ഹാർഡ് പ്രോബ്ലം ആയിട്ടുള്ളത്, പക്ഷെ അത് ഓൾമോസ്റ്റ് സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു ഫ്യൂ ഇയേഴ്സിൽ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സോൾവ് ആകും. ആൻഡ് ദാറ്റ് ഇസ് ദ പാത്ത് വെർ ദ ഇൻഡസ്ട്രി ഇസ് ഗോയിങ്. ഈ ജോബ് എന്നും ഇതേമാതിരി സെക്യൂർ ആയി ഇരിക്കാൻ പോകുന്നില്ല. ന്യൂ ജോബ്സ് ആർ ഗോൺ കം അപ്പ്. ഇപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ every company is a business, and what is most common in a business is there are people who actually tell you what to build, and there are people who design the entire architecture and start building it. അപ്പോൾ ഇത് ബിസിനസ് മാനേജേഴ്സ്, പ്രോഡക്റ്റ് മാനേജേഴ്സ് ഒക്കെ ആവും. ആൻഡ് ദീസ് ആർ ദി ആക്ച്വൽ ഡെവലപ്പേഴ്സ്. ആൻഡ് ഇപ്പോൾ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ്, സിൻസ് കോഡിംഗ് ഇസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ആസ് എ സോൾവ്ഡ് പ്രോബ്ലം, the amount of software that you can create is going to increase exponentially. അല്ലെ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ എമൗണ്ട് എക്സ്പോണൻഷ്യലി കൂടാൻ പോവുകയാണ്. ആൻഡ് ദിസ് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്സും ഡെവലപ്മെന്റും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെയധികം കുറയാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ കൂടുതൽ ഫ്രീക്വന്റ് ആകുമ്പോഴാണ്. കാരണം ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആർ കമ്മിങ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്തായാലും വരാൻ പോകുന്ന ഒരു ഡിമാൻഡാണ് കൂടുതൽ ബിസിനസ് നോളേജ് ഉള്ള ഡെവലപ്പേഴ്സ്. ബിസിനസിനെ പറ്റി കാര്യമായിട്ട് സംഭവങ്ങൾ അറിയുന്ന ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസ് ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ ഇമീഡിയറ്റ്ലി തന്നെ ഒരു സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ആക്കി മാറ്റി AI ഉപയോഗിച്ച് പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഡിമാൻഡ് എന്തായാലും വരും കാലങ്ങളിൽ സ്കൈ റോക്കറ്റ് ആവും.
അഗൈൻ സിംപ്ലി ബിക്കോസ് കോഡിംഗ് ഈസ് എ ഹാർഡ് പ്രോബ്ലം വിച്ച് ഇസ് ഗെറ്റിംഗ് സോൾവ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി എടുത്ത ആൾക്കാരാണെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നിങ്ങൾ എടുത്ത ഡിഗ്രി കോഡിംഗ് ഡിഗ്രി അല്ല, ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയാണ്. പണ്ട് കാലങ്ങളിൽ ഒരു 1990s ടൈമിലൊക്കെ കമ്പ്യൂട്ടർ സയൻസിൽ കോഡിംഗ് എന്ന് പറഞ്ഞ ജോബിനെക്കാട്ടും ഇറ്റ് വാസ് മോസ്റ്റ്ലി റിസർച്ച് ബേസ്ഡ് ജോബ്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റിൽ അവിടെ ഉണ്ടാവും. കമ്പ്യൂട്ടർ സയൻസിൽ പുതിയ പുതിയ ഒരു ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ എന്താ പറയുക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അപ്പോൾ പോലെയുള്ള പുതിയ ഫീൽഡുകൾ എന്നും വരും. ആൻഡ് അവിടെയൊക്കെ ആൾക്കാരെ ആവശ്യമുണ്ട്, അവിടെയൊക്കെ ബ്രില്യൻറ്റ് പീപ്പിളിന് ആവശ്യമുണ്ട്. സോ the field is not going anywhere, just the part of the software development high paying coding job എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ റിസ്കിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു റിയലൈസേഷൻ കാരണം അറൌണ്ട് ദ വേൾഡ് ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ ജൂനിയർ ഡെവൽസും മിഡ് ലെവൽ റോൾസിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ദി എമൗണ്ട് ഓഫ് തിങ്സ് ദേ ആർ എക്സ്പെക്ടഡ് ടു നോ ഇസ് സ്കൈ റോക്കറ്റിംഗ് അല്ലെ. ദേ ആർ എക്സ്പെക്ടഡ് ടു നോ എ ബിറ്റ് ഓഫ് എവറിഥിങ്. ആ കമ്പനി ചെയ്യുന്ന പല കാര്യങ്ങളെ പറ്റി എല്ലാ കാര്യത്തിനെയും പറ്റി കുറച്ചെങ്കിലും കാര്യം ഒരു ജൂനിയർ ഡെവലപ്പർ അറിയണം എന്ന് ആ കമ്പനി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇത്രയൊക്കെ ഡിമാൻഡ് ചെയ്തെങ്കിലും ആ എമൗണ്ട് ഓഫ് സാലറി ഇൻക്രീസ് പണ്ടത്തെ മാതിരി അത്ര ഈസി ആയിട്ട് കമ്പനീസ് കൊടുക്കുന്നില്ല. ബട്ട് അഗൈൻ ഇഫ് യു ആർ സമ്മൺ ഹു ലവ്സ് ദ ഇൻഡസ്ട്രി, ഹു ലവ്സ് ടു ഡു തിങ്സ്, അല്ലെ ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങളും ഈ പറഞ്ഞ പുതിയ ടെക്നോളജിയെ പറ്റിയൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആയി ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ തന്നെ അപ്സ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ദർ ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി സ്പേസ് ഫോർ യു. എന്ന് പറഞ്ഞാൽ പണ്ടത്തേക്കാൾ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം, നിങ്ങൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം, വിച്ച് ഇസ് ദ ട്രൂത്ത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ അതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. നിങ്ങളൊരു ഓൺ ഡിമാൻഡ് പേഴ്സൺ ആണ്. നിങ്ങൾ കിട്ടാൻ വേണ്ടി കമ്പനീസ് ഒരുപാട് കാശ് പേ ചെയ്യും. പക്ഷെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ യു ഷുഡ് ലുക്ക് ഇൻ ടു വാട്ട് യു റിയലി വാണ്ട്. നിങ്ങൾക്കൊരു കംപ്ലീറ്റ്ലി സയൻസ് ബേസ്ഡ് ഒരു ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് മാനേജ്മെന്റ് സൈഡിലേക്ക് പോകണം. കാരണം ആസ് ഐ സെഡ് ഇവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഭാവി കാലങ്ങളിൽ കൂടിയേ ഉള്ളൂ. കാരണം AI വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജോബ് പോകും, പക്ഷെ അത് ഉണ്ടാക്കുന്ന എഫിഷ്യൻസി ഗെയിംസ് കാരണം കുറെ പുതിയ ജോബ് ഓപ്പണിങ്സ് ഉണ്ടാവും. ആൻഡ് ഇഫ് യു ആർ സം പേഴ്സൺ ഹു ജസ്റ്റ് വോണ്ട് എക്സിസ്റ്റ് ബൈ മേക്കിംഗ് മണി ഡൂയിങ് എ ഗുഡ് ജോബ്, ദെൻ യു ഷുഡ് ലുക്ക് ഇൻ ടു ഓവർ എവറിത്തിങ് ഇസ് ഗോയിങ്. ഇപ്പൊ എല്ലാം ബ്ലറാണ്, ഇപ്പൊ എല്ലാം ഒരു പുകമറയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കുറച്ച് വർഷങ്ങളിലുള്ളിൽ കാര്യങ്ങൾ സെറ്റിൽ ആവും. സോ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഇച്ചിരി ആക്റ്റീവായി ഇരുന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണമെന്ന് മനസ്സിലാവുള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.